സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ തേങ്കുറിശ്ശി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച് കേരളത്തിലെ സ്ത്രീകളെ UDF സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് തേങ്കുറിശ്ശി മഞ്ഞളൂർ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. TM ശശി MLA പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീട്ടിലെ സാധാരണ അമ്മമാരുണ്ടല്ലോ, അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്നത് എടുക്കണ്ട. സാധാരണ അമ്മമാരുണ്ടല്ലോ, 89 വയസ്സായ അമ്മ, 89 വയസ്സായ അമ്മ, ഈ അമ്മ ബാങ്കിൽ പോയി പൈസ വാങ്ങിക്കുമോ? ബാങ്കിൽ പൈസ വാങ്ങിക്കുമ്പോൾ ആരുടെ സഹായം വേണം? ഓട്ടോ വേണം, പിന്നെ ആര് വേണം? പേരക്കുട്ടി വേണം, പിന്നെ ആര് വേണം? മരുമകളോ മരുമകനോ വേണം, മകനോ മരുമകളോ വേണം. ഇവരാരെങ്കിലും വേണ്ടേ? ഇവരെ കൊണ്ട് പെൻഷൻ മേടിക്കാൻ പോയാൽ ഇവർ വെറുതെ പോവോ? പകുതി അപ്പെടുക്കും, അല്ലെങ്കിൽ മുക്കാലെടുക്കും, അല്ലെങ്കിൽ തലയിൽ നിന്നിന്റെ പൈസ വേണമെങ്കിൽ ചോദിച്ചു തന്നാലോട്ട് ആ പോക്കെടുക്കും. തീർന്ന പെൻഷൻ തലന്റെ കൈകൊണ്ടു തിരിച്ചു കിട്ടോ? ഇത് ഉണ്ടായിട്ടാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ മുടപ്പലിലെ ആ പോസ്റ്റ് ഓഫീസ് മുകളിലാണ്, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അമ്മമാർ സംഘം താഴെ നിൽക്കും, 4 രൂപ 5 രൂപ ഓട്ടോയിൽ പോവും, ബാങ്കിൽ പൈസ വരില്ല. ഒരു ഓട്ടോയിൽ പോവും, ബാങ്കിൽ പൈസ വരില്ല, തിരിച്ചു വരും, പിന്നെയും പോവും, 2-3 വട്ടം പോകേണ്ടി വരും. പ്രതിസന്ധിയാണ്, പ്രയാസമാണ്. അങ്ങനെയാണ് 2016 നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പോകുമ്പോ അമ്മമാരും അച്ഛന്മാരും നമ്മളോട് പറഞ്ഞു, മകനെ ഈ ദുഷ്ടന്മാരെന്ന് പോയാൽ നിങ്ങൾ ആ പെൻഷൻ ഉണ്ടല്ലോ, ആ പെൻഷൻ കൃത്യമായി വീട്ടിലെത്തിക്കാനുള്ള ഒരുപാട് രീതികളുണ്ടാവും. അന്നാണ് നമ്മൾ പറഞ്ഞോ, അന്ന് 600 രൂപ പെൻഷനുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു, പേടിക്കണ്ട, നമ്മൾ അധികാരത്തിൽ വരും. നമ്മൾ അധികാരത്തിൽ വന്നാൽ 1000 രൂപയാക്കും. 1000 രൂപയാക്കുന്നത് മാത്രമല്ല, ബാങ്കിൽ വേണ്ടവർക്ക് ബാങ്കില്, കയ്യിൽ വേണ്ടവർക്ക് കയ്യിൽ പെൻഷൻ അങ്ങനെ തരുന്ന. മഞ്ഞളൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പങ്കജം അധ്യക്ഷയായി. അസോസിയേഷൻ കുഴൽമന്നം ഏരിയ സെക്രട്ടറി PR രജനി, പഞ്ചായത്ത് പ്രസിഡന്റ് S സംഗീത, P ഷേളി, K ശിവൻ, ശാന്തകുമാരൻ, ചന്ദ്രൻ, സ്വർണമണി എന്നിവർ പ്രസംഗിച്ചു.